ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ 2025 നടന്നിട്ടുള്ള 10th പ്രിലിംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് അറ്റൻഡ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഒരിക്കലും നമ്മളിത് ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ആൻസർ ഇങ്ങനെ കേട്ട് പോകാണ്ട് അറ്റൻഡ് ചെയ്യുക, മാക്സിമം അറ്റൻഡ് ചെയ്യുക. കൂടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് തെറ്റ് വന്നതെന്നുള്ളത് നോക്കിയിട്ട് നമുക്കിനിയിപ്പോൾ അധിക ദിവസങ്ങളില്ല. അപ്പം നമ്മൾ ആ ഭാഗങ്ങൾ തെറ്റായിട്ടുള്ള ഏതൊക്കെയാണോ ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ ഒന്നും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ എ ജയ തിലകാണ് കേട്ടോ. ഡോക്ടർ എ ജയ തിലകാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. പഠിച്ചിട്ട് പോവുക. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയ തിലക്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണനാണ് കേട്ടോ. 11ാമത്തെ ISRO ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ എന്ന് പറയുന്നത്. 10ാമത്തെ ആരായിരുന്നു? ഡോക്ടർ സോമനാഥനായിരുന്നു കേട്ടോ. 10ാമത്തെ ISROയുടെ ചെയർമാൻ സോമനാഥനായിരുന്നു. 11ാമത്തെ ISROയുടെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 29-നാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വേഗം ട്രൈ ചെയ്തേ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ഉപജ്ഞാതാവാരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ഓട്ടൻതുള്ളൽ ആരുടെയാണ്? കുഞ്ചൻ നമ്പ്യാർ. ഓട്ടൻതുള്ളൽ ആരുടെയാണ്? കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാല ഭിക്ഷുകി ആരുടെയാണ്? കുമാരനാശാന്റെ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്നത് അല്ലേ. കൃഷ്ണഗാഥ രചിച്ചതാരാണ്? ചെറുശ്ശേരി. കഥകളിയുടെ ഉപജ്ഞാതാവാരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവാരാണ്? കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാല ഭിക്ഷുകി എന്ന് പറഞ്ഞിട്ടുള്ള കൃതി എഴുതിയതാരാണ്? കുമാരനാശാൻ. കൃഷ്ണഗാഥ ആരുടെയാണ്? ചെറുശ്ശേരി. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി? ഓപ്ഷൻ സി സജി ചെറിയാനാണ്. നിലവിൽ ആരാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി? PC വിഷ്ണുനാഥാണ് കേട്ടോ. PC വിഷ്ണുനാഥാണ് നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെ? ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസി തോമസ് ആണ്. അവരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ബി ആലപ്പുഴയാണ് കേട്ടോ. ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ഓപ്ഷൻ ഡി ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡാണ് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം എന്ന് പറയുന്നത്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ? ഓപ്ഷൻ ബി മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരുടെയാണ്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാടാണ് അല്ലേ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നാടകം ആരുടെയാണ്? VT ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? ഓപ്ഷൻ എ താജിക്കിസ്ഥാനാണ് കേട്ടോ. കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? താജിക്കിസ്ഥാനാണ്. ഏതൊക്കെ വരും? മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. ഇത് മൂന്നും എന്താണ്? കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ് ചുരം ഏതാണ്? ഓപ്ഷൻ ബി ഷിപ്കിലയാണ് കേട്ടോ. ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ് ഏതാണ്? ഷിപ്കില. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ. ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്.
കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി. ഉപദ്വീപീയ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നർമ്മദ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മൈക്കല മലനിരകളിൽ നിന്നാണ്. ഉപദ്വീപീയ നദികൾക്ക് എന്തായിരിക്കും? അപരദന തീവ്രത താരതമ്യേന കുറവായിരിക്കും. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ഖനന മേഖല. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ഖനന മേഖല ഏത്? ഓപ്ഷൻ എ സുന്ദർഗഡ് ആണ് കേട്ടോ. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഇരുമ്പ് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡ്. ദേശീയ ജലപാത 3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം. നാഷണൽ വാട്ടർവേ 3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ സി കേരളം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ ഡി രാജസ്ഥാനിലാണ് റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 146 നദികളാണ് കൊങ്കൺ റെയിൽവേ പിന്നിടുന്നത് കേട്ടോ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ എത്ര നദികളാണ് പിന്നിടുന്നത്? 146 നദികളാണ് കൊങ്കൺ റെയിൽവേ പിന്നിടുന്നത്. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം. ഓപ്ഷൻ സി സുലഭ് സമാചാർ ആണ് കേട്ടോ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? സുലഭ് സമാചാർ. താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി പരുത്തിയാണ് അല്ലേ. പരുത്തി ഏതാണ്? ഖാരിഫ് വിളയാണ് അല്ലേ. റാബി വിളയല്ലാത്തത് ഏതാണ്? പരുത്തിയാണ്. പരുത്തി ഏതാണ്? ഒരു ഖാരിഫ് വിളയാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏതെല്ലാം? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുന്നു, സ്ത്രീകൾക്കെതിരായി വിവേചനം അവസാനിപ്പിക്കുക, സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക, പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, ഇന്ത്യയിലെ മുസ്ലിം സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കും, സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. ഇത്രയാണ് നമ്മുടെ ബ്രഹ്മസമാജത്തെ പറ്റിയിട്ടുള്ള ശരിയായിട്ടുള്ള എന്തെന്ന് പറയുന്നത് പ്രസ്താവനകൾ എന്ന് പറയുന്നത് കേട്ടോ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 4ആണ്. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ ആണ് എന്ത് ചെയ്യാൻ മടിച്ചത്? നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? 3ഉം 4ഉമാണ് കേട്ടോ. CR ദാസും മോത്തിലാൽ നെഹ്റുമാണ് 1923 ഏത് പാർട്ടിക്ക് രൂപം നൽകുന്നത്? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നത്. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻ സി DK കാർവേ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്ന വർഷം? പ്രാദേശിക പത്രഭാഷാ നിയമം എന്നാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 1878 പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വരുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഓപ്ഷൻ എ 1951, 52 സമയത്തായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വാതന്ത്ര്യ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് എന്ന് നടന്നു 1951, 52 കാലഘട്ടത്തിൽ.
ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ. 3 കേട്ടോ. ആരൊക്കെയായിരുന്നു? ഫസൽ അലി അധ്യക്ഷനായിട്ടുള്ള KM പണിക്കർ, HN കുൻസ്രു ഇവരായിരുന്നു അല്ലേ. ഫസൽ അലി അധ്യക്ഷൻ, KM പണിക്കർ, HN കുൻസ്രു എന്നിവരായിരുന്നു പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വേഗം ട്രൈ ചെയ്തേ. ആദ്യം കുണ്ടറ വിളംബരം, പിന്നീട് എന്താണ് നടന്നത്? മലയാളി മെമ്മോറിയൽ, പിന്നീട് ഏത് നടന്നു? മാപ്പിള ലഹള, ലാസ്റ്റാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് കേട്ടോ. ഇതാണ് എൻ്റെ കാലഗണന എന്ന് പറയുന്നത്. കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, മാപ്പിള ലഹള. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ISRO രൂപീകരിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1962 ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാകുന്നത്. 69 എന്ത് ചെയ്യുന്നുണ്ട്? ISRO രൂപീകരിച്ചു. 75 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായിട്ട് വിക്ഷേപിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട്. ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കമ്മീഷന് എന്തില്ല? അധികാരമില്ല. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 2002 86 ഭരണഘടനാ ഭേദഗതി. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ 21 വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇവിടെ 1, 2, 3 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ചിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക കടമകൾ എന്ത് ചെയ്യും? മരവിച്ചു പോകുന്നു. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 21 വകുപ്പിലല്ല 19 വകുപ്പിലല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ 19 വകുപ്പിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമ്മുടെ ഈ പ്രിലിംസിനുണ്ടല്ലോ, പ്രിലിംസ് എക്സാമിന് പോകുന്ന സമയത്ത് ഇപ്പം നമ്മളിങ്ങനെ ആദ്യം 1 തൊട്ടാണല്ലോ ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അവിടെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് അത് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ചിലപ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ, അതായത് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഒരു ലിങ്ക് നമുക്ക് അതുമായിട്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, പ്രിലിംസ് എക്സാം ആയതുകൊണ്ട്. അപ്പോൾ കഴിവതും അറിയാത്തതാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഒരു റൗണ്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും എഴുതാൻ പാടില്ല എന്നാണ്, ചെറിയ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ചെറിയ എന്തെങ്കിലും ഒരു അടയാളം ഇട്ടിട്ട് നിങ്ങളത് വീണ്ടും തിരിച്ചു വരേണ്ട. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടാണ്ടിരിക്കില്ല. തുടക്കം തന്നെ വെറുതെ തെറ്റ് കയറിയിട്ട് ബബിൾ ചെയ്യാണ്ടിരിക്കുക. വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെ ഏതാണോ ആദ്യം അത് വരുന്നത്. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്.
വിവരാവകാശ നിയമത്തിൻ്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ എന്ന് പറയുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് 2 മാത്രമാണ് കേട്ടോ. 5 വർഷമല്ല, എത്രയാണ്? 3 വർഷമാണ് അല്ലേ? 3 വർഷമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത്. ബാക്കി ശരിയായത് നോക്കാം. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് 2005 ഒക്ടോബർ 12-നാണ്. സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ മുഖ്യ ചുമതലകൾ? വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ എന്തൊക്കെയാണ്? വിവരാവകാശ നിയമത്തിൻ്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി മന്ത്രിയായ കാലയളവിലാണ്. 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ 2, 3 കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്. 2, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 78-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം എന്ത് ചെയ്യുന്നത്? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. നിലവിൽ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ്? 300A വകുപ്പിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന്? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24-നാണ് ജനഗണമന ദേശീയ ഗാനവും ഗീതവും ഭരണഘടന അംഗീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ 51A വകുപ്പിലാണ് നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? ഓപ്ഷൻ എ 1896-ലെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആദ്യമായിട്ട് പൊതുവേദിയിൽ പാടുന്നത്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പേത്? അവസര സമത്വം. ഓപ്ഷൻ ബി 16-ാം വകുപ്പിലാണ് അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സത്യമേവ ജയതേ എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിൻ്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഇവിടെ 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. എന്നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്? 1950 ജനുവരി 26-നാണ് അല്ലേ? 26-നാണ് നമ്മുടെ ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കാം. സത്യമേവ ജയതേ എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്തിട്ടുള്ള മുദ്രാവാക്യമാണ് ദേശീയ ചിഹ്നത്തിൻ്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്. എത്ര മൃഗങ്ങളുണ്ട്? സിംഹം, കാള, കുതിര, ആന അങ്ങനെ 4 മൃഗങ്ങളാണ് എന്നുള്ളത് ദേശീയ ചിഹ്നത്തിലുള്ളത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. 1950 ജനുവരി 26-ന് ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നു. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ ബി പമ്പ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി? ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? ഓപ്ഷൻ എ പെരിയാറാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഓപ്ഷൻ എ മംഗളവനം. നമുക്കും ഇതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരട്ടെ അല്ലേ.
വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം? കേരളത്തിലെ നിത്യഹരിത വനം? ഓപ്ഷൻ എ സൈലന്റ് വാലി. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി? കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി? ഓപ്ഷൻ ഡി വി വിശ്വനാഥൻ. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ ബി 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത്? 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം, കീഴരിയൂർ ബോംബ് കേസ്, മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു നിയമ ലംഘന സമരം, 36 ഇലക്ട്രിസിറ്റി സമരം? ഓപ്ഷൻ ഡി 36 ഇലക്ട്രിസിറ്റി സമരവുമാണ് നമ്മുടെ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സംഭവം എന്ന് പറയുന്നത്. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതാര്? നിവർത്തന പ്രക്ഷോഭം വർഷം എത്രയാണ്? 1932. ഇതിൽ ബന്ധമില്ലാത്തതാരാണ്? ഓപ്ഷൻ ബി കെ കേളപ്പനാണ് അല്ലേ. എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ എന്നിവർ എന്താണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ വക്താക്കളാണ്, നേതാക്കളാണ്. ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത്? ഓപ്ഷൻ സി വടകര. ഏത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത്? വടകര. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ടി പ്രകാശൻ. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശൻ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനും എന്ന പ്രഖ്യാപനം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു, മനുഷ്യ സ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ? ഓപ്ഷൻ സി ആണ് സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശങ്ങൾ നേടിക്കൊടുത്തു എന്നുള്ളത് തെറ്റാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? പ്രത്യക്ഷ രക്ഷാ ദേവസഭ? ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ സി വില്യം കീലിംഗ്. വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു, എല്ലാം ശരിയുത്തരങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം എന്താണ്? ശരിയുത്തരങ്ങളാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തതെല്ലാം എന്താണ്? കുറിച്യർ കലാപം പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏത്? ഓപ്ഷൻ ഡി IUCN ആണ് കേട്ടോ. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കിയത് ആരാണ്? IUCN ആണ്. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണമെന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ഓപ്ഷൻ സി വിറ്റാമിൻ സി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണമെന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. കണ്ടൽ കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു. സുനാമി എന്നാണ്, അതിൽ സുനാമിയെ തടയുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. മത്സ്യസമ്പത്ത് കുറയ്ക്കാൻ കാരണമാകുന്നു.
ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നുണ്ട്, സുനാമിയെ തടയുന്നുണ്ട്, മത്സ്യസമ്പത്ത് കുറയാനല്ല കാരണമാകുന്നത്, മത്സ്യസമ്പത്ത് കൂടാനാണ് കാരണമാകുന്നത്. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ വിജാഗിരി സന്ധിയാണ് കേട്ടോ. കാൽമുട്ടുകളിൽ കാണപ്പെടുന്നത് ഏതാണ്? വിജാഗിരി സന്ധി. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി കണ്ണൂരാണ് കേട്ടോ. ഓപ്ഷൻ ബി കണ്ണൂരാണ് കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ്. കോളറയും ടൈഫോയിഡും എന്തിലൂടെയാണ്? വെള്ളത്തിലൂടെയും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയൊക്കെ പകരുന്നതാണ് കോളറയും ടൈഫോയിഡും കേട്ടോ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, 5-ാം പനി, ക്ഷയം, COVID-19, വില്ലൻ ചുമ. ഇത്രയും എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം കേട്ടോ. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ. എന്താണ് കാരണം? നമ്മുടെ മോണയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് അല്ലേ. അതുകൊണ്ടാണ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള പുളിയുള്ള പഴങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. നെല്ലിക്കയിലും നാരങ്ങയിലും അല്ലേ. മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. ലിംഫ് കൊഴുപ്പിൻ്റെ ദഹന ഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ലിംഫ് രക്തത്തിൽ നിന്നും രൂപം കൊള്ളുന്നു. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായിട്ടുണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ലിംഫ് രക്തത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായിട്ടുള്ള മാർഗം തിരഞ്ഞെടുക്കുക. ഇത് എല്ലാം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യുക? ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക. പുല്ല്, മാന്, കടുവ, കഴുകൻ. ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്? ഓപ്ഷൻ സി കഴുകനാണ് ഈ ഇതിലെ തൃതീയ ഉപഭോക്താവ് എന്ന് പറയുന്നത്. എന്താണ് കാരണം? പുല്ല് എപ്പോഴും എന്താണ്? ഉൽപാദകരാണ് അല്ലേ. പുല്ല് അല്ലെങ്കിൽ സസ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഉൽപാദകരാണ്. അപ്പോൾ ഇതെന്തിരിക്കും? പ്രാഥമിക ഉപഭോക്താവ്, ദ്വിതീയ ഉപഭോക്താവ്. കഴുകൻ എന്തായിരിക്കും? തൃതീയ ഉപഭോക്താവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പുല്ല്, സസ്യവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഉൽപാദകരാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവാണ്. ഓപ്ഷൻ ബി ഏണസ്റ്റ് റുദർഫോർഡിനെ കുറിച്ചാണ് പറയുന്നത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക എന്ന് പറയുമ്പോഴും ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴും നമുക്ക് വേഗം ആളെ കിട്ടും അല്ലേ. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് അല്ലേ. എന്തൊക്കെയാണ്? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു, സൗരയൂഥ മാതൃക. ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. ഇദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നു? അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. 14-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലിയേഫ് ആണ്. ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. 17-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഹാലജനുകളാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഈ ത്രികങ്ങൾ ആരാണ്? ത്രികങ്ങൾ ഡൊബറൈനർ ആണ് കേട്ടോ. ത്രികങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ഡൊബറൈനർ ആണ്.
ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി പാർശ്വിക വിപര്യായം എന്നാണ് അറിയപ്പെടുന്നത്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ജൂൾ. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡാഷ് ആണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. വൈദ്യുത മോട്ടോറിൽ എന്താണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഉത്പാദനമാണ് അല്ലേ. ലീച്ചിങ്, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം ഇത് മൂന്നും എന്താണ്? അയിരിൻ്റെ സാന്ദ്രണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തികളാണ്. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. പോളിതത്വ പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? പ്രകൃതിദത്ത പോളിമറായിട്ടുള്ള റബ്ബറിൻ്റെ മോണോമർ. ഓപ്ഷൻ എ ഐസോപ്രീൻ ആണ് കേട്ടോ. റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ്. കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് കേട്ടോ. 3ഉം 4ഉം തെറ്റാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് മാസ് അളക്കുന്നത്. അത് രണ്ടും പഠിച്ചിരിക്കുക. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ്? സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ്? ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നോർമലായിട്ട് ഒരു മനുഷ്യൻ്റെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ 80 ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കറിയാമല്ലേ, വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പ്രിലിംസിനൊക്കെയുള്ള ഇത് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. നമുക്കും അതുപോലെയുള്ള ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരട്ടെ അല്ലേ. ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ, ഒരുപാട് ഡീപ്പായിട്ട് ചോദിക്കാത്ത. ഇനി നമുക്ക് മുന്നിൽ അധികം സമയമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും അറിയാത്ത ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.